നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം തന്ത്രി കണ്ഠരര് രാജീവർ ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് നീളുന്നുണ്ടെങ്കിലും പോലീസ് നടപടികളിലെ മെല്ലെപ്പോക്ക് പ്രതികൾക്ക് തുണയാകുന്നു. കേസിൽ SIT ഉടൻ കുറ്റപത്രം നൽകില്ല എന്നാണ് സൂചന. ഇതോടെ പ്രധാന പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കാനുള്ള വഴിയൊരുങ്ങുകയാണ്. 2.5 കോടിയുടെ നിക്ഷേപം പോയിട്ടും പരാതിയില്ലാതെ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ദുരൂഹതയാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. തിരുവല്ലയിലെ ഒരു സ്വകാര്യ ബാങ്ക് പൊട്ടിയിട്ടും അവിടെ നിക്ഷേപിച്ചിരുന്ന 2.5 കോടി രൂപ നഷ്ടമായതിൽ തന്ത്രി ഇതുവരെ പരാതി നൽകിയില്ല. ചോദ്യം ചെയ്യലിൽ വെള്ളപ്പൊക്കത്തിൽ പണം നഷ്ടമായ കാര്യം പറഞ്ഞ തന്ത്രി ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ച് SITയോട് മൗനം പാലിച്ചു. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളിലേക്കാണോ ഈ തുക വിരൽ ചൂണ്ടുന്നത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയും കുറ്റപത്രത്തിലെ കാലതാമസവും ശ്രീകോവിൽ വാതിലിലെ സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ VSSC ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കലും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും തന്ത്രി കുടുങ്ങുന്ന അവസ്ഥയാണുള്ളത്. 2.5 കോടി രൂപ സ്വന്തം കയ്യിൽ നിന്ന് പോയിട്ടും എന്തുകൊണ്ട് അതിൽ പരാതി നൽകിയില്ല, നിയമപരമായ വഴിയിലേക്ക് കടന്നിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. മാത്രമല്ല, SIT മൊഴിയെടുക്കുന്ന സമയത്ത് സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കവേ വെള്ളപ്പൊക്കത്തിൽ തൻ്റെ സ്വത്ത് പോയി എന്ന് പറയുന്ന തന്ത്രി എന്തുകൊണ്ടാണ് സ്വന്തം അക്കൗണ്ടിലെ 2.5 കോടി രൂപ നഷ്ടപ്പെട്ടത് പറഞ്ഞില്ല എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും SITയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രമുഖർ അറസ്റ്റിലാവേണ്ടതാണ്. എന്നാൽ SIT അന്വേഷണം ഇവിടം കൊണ്ട് നിർത്തുകയാണ് എന്ന ആക്ഷേപം ശക്തമാണ്. ഈ ഘട്ടത്തിലാണ് VSC ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കൽ നടപടികൾ ആരംഭിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ താരതമ്യം ചെയ്ത് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഇനിയും സമയമെടുക്കും. ഈ പഴുതുപയോഗിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത് മാസങ്ങളോളം നീട്ടിക്കൊണ്ടു പോകാനാണ് SITയുടെ നീക്കമെന്നും ആരോപണമുണ്ട്. കുറ്റപത്രം വൈകുന്നത് വഴി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനും കേസ് അട്ടിമറിക്കപ്പെടാനും സാധ്യതയുണ്ടെന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. എന്നാലും EDയും വിഷയത്തിൽ ഇടപെടുന്നതാണ് ആകെ ആശ്വാസം. മുരാരി ബാബുവിന് പിന്നാലെ ജാമ്യം ലഭിച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ കേസിൽ കള്ളപ്പണ ഇടപാട് നടന്ന സൂചനയെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയിട്ടുണ്ട്. മുരാരി ബാബുവിനെ മൊഴിയെടുക്കാൻ വേണ്ടി സമീപിച്ചിട്ടുണ്ട്. പോലീസ് കുറ്റപത്രം നൽകാൻ വൈകിയതോടെ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത് വലിയ വിവാദമായിരുന്നു. യഥാർത്ഥ സ്വർണ്ണക്കവർച്ചയുടെ വ്യാപ്തി മറച്ചുവെക്കാനും ഉന്നതരെ സംരക്ഷിക്കാനും അന്വേഷണം ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്ന ചോദ്യമാണ് ഇവിടെ ഭക്തർക്കിടയിൽ ഉയരുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ട് SITക്ക് കത്തയച്ചിട്ടുണ്ട് ED. വിശദമായ മൊഴിപ്പകർപ്പുകൾ ആവശ്യമാണെന്ന് ED അറിയിച്ചിട്ടുമുണ്ട്. നിർണായക മൊഴിവിവരങ്ങൾ സൂക്ഷിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ S ശശിധരനാണ്. ഇതിനാൽ നിയമോപദേശം തേടിയ ശേഷമായിരിക്കും SITയുടെ തീരുമാനം വരിക. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി SIT വീണ്ടും ചോദ്യം ചെയ്തു. കട്ടളപ്പാളി കേസിൽ കൂടുതൽ വ്യക്തത തേടിയായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും SIT വേഗത്തിലാക്കിയിട്ടുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷമടക്കം ആരോപിക്കുന്ന സാഹചര്യമാണുള്ളത്. കുറ്റപത്രം പോലും സമർപ്പിക്കാതെ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തത് വഴി പ്രതികൾക്ക് ജാമ്യത്തിന് അവസരം ഒരുക്കുകയാണ് SIT എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം ആരോപണം.